ശ്രീനാരായണ മന്ത്രധ്വനികളുടെ പശ്ചാത്തലത്തിൽ ഒരു പീതസാഗരം പോലെ കിടക്കുന്ന ശിവഗിരി കുന്നും അതിൻ്റെ താഴ്വാരവും ഒക്കെ അതിനിടയിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലാതെ എന്താണ് തുടങ്ങുക എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരുടെയും സംഭാഷണം ഞാനിവിടെ കേട്ടുകൊണ്ടിരുന്നത്. എന്നേക്കാൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചു വന്ന വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കൊപ്പം എളിയവളായ എന്നെ കൂടി ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ സച്ചിദാനന്ദ സ്വാമിക്ക് ആദ്യം തന്നെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ആദ്യം തന്നെ പങ്കുവെക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ മാധ്യമവും അദ്ദേഹവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, മാധ്യമം എന്ന് പറയുന്നത് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീഡിയമാണ്. അത് മീഡിയ എന്നുള്ളതിൻ്റെ ഒരു സിംഗുലർ ഫോമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതൊരു മീഡിയമാണ്, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ശ്രീനാരായണ ഗുരുദേവനും ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അതെല്ലാം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മാധ്യമമായി ഒരു മനുഷ്യൻ തന്നെ പ്രവർത്തിക്കുകയായിരുന്നില്ലേ എന്ന ഒരു ചോദ്യമാണ് എനിക്ക് ആദ്യം തന്നെ മുന്നോട്ട് വയ്ക്കാനുള്ളത്. ആശയങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ, ഉദ്ബോധനങ്ങളെ അത് വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ല. നമ്മൾ പലപ്പോഴും പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ നടപ്പാവുകയായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, അങ്ങനെയുള്ള ഒരു കിനാശേരിയാണ് എൻ്റെ സ്വപ്നം എന്നൊക്കെ പറയും. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ, പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാകാറുണ്ടോ? അതിപ്പോൾ ഏത് വിഷയത്തിലായാലും, മതത്തിന്റെ കാര്യത്തിലായാലും ആശയങ്ങളുടെ കാര്യത്തിലായാലും വിശ്വാസത്തിന്റെ കാര്യത്തിലായാലും പറഞ്ഞു പോകുന്നതല്ലാതെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ആ പ്രസംഗിച്ചവരോ ആ പ്രസംഗം കേട്ടിരുന്നവരോ ആ പ്രസംഗത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്തവരോ, മാധ്യമങ്ങളെ അടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും അത് പ്രവൃത്തിപഥത്തിലേക്ക് വന്നോ, പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ 90% ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അത് അവിടെ പറയും, അത് കഴിയും, പിന്നീട് അടുത്ത വിഷയത്തിലേക്ക് പോകും, പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. അങ്ങനെയുള്ള ഒരു തുടർ പ്രക്രിയയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ എല്ലാവരും. നമ്മളിലേക്ക് തന്നെ നോക്കാൻ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഈ ശിവഗിരി മഠത്തിൽ ഈ ചടങ്ങിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒപ്പം കേൾക്കുന്ന ആളുകളും തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. അതായത് സാമൂഹ്യ പരിഷ്കർത്താവായി ഒരാൾ നമ്മുടെ മുന്നിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പങ്കുവെച്ചു. വെറുമൊരു സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം ശ്രീനാരായണ ഗുരുദേവനെ ഞാൻ കാണുന്നില്ല, അതെന്റെ വ്യക്തിപരമായ ബോധ്യമാണ്. അദ്ദേഹത്തെ ഒരു ഗുരുവെന്ന നിലയിൽ, ലോക ഗുരുവെന്ന നിലയിൽ എത്രത്തോളം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇനിയും ചിന്തയ്ക്ക്, പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്രയേറെ ചർച്ച ചെയ്യപ്പെടുകയോ, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറം എത്രത്തോളം ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്, ആ ദർശനങ്ങളിലൂടെ കടന്നു പോകാൻ തയ്യാറായിട്ടുണ്ട്. കേവലം തീർത്ഥാടന വേളയിൽ മാത്രം നടക്കുന്ന പ്രഭാഷണങ്ങൾക്കപ്പുറം 365-ാമത്തെ പേജിലാണ് ഈ ഒരു വർഷം എന്ന പുസ്തകത്തിൽ നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ 360 ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 5 ദിവസങ്ങൾ മാറ്റിവെച്ചോളൂ, അല്ലെങ്കിൽ ഡിസംബർ 15 മുതൽ നാളെ വരെയുള്ള ദിവസങ്ങൾ മാറ്റിവെച്ചോളൂ, 365 ദിവസവും എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ദർശനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? അങ്ങനെ ചെയ്തുകൂടെ? 2026 അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക്, ശ്രീനാരായണ ഗുരു ദർശനങ്ങളുടെ അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ചിന്തകളുടെ, സമൂഹത്തിൽ കൊണ്ടുവരേണ്ടതായ പരിഷ്കരണങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച്, അതിന്റെ ഒരു പ്രവൃത്തി പഥത്തിലേക്ക് പോകുന്നതിന്, നടപ്പാക്കലിലേക്ക് പോകുന്നതിന് എത്രത്തോളം തയ്യാറാണ് നമ്മൾ? ആ ഒരു ചോദ്യം ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നടപ്പാക്കലിലാണ്, ആക്ഷനിലാണ് കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് പറഞ്ഞു പോകാൻ എളുപ്പമാണ്, അത് എത്രത്തോളം നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു, എത്രത്തോളം ഉച്ചനീചത്വങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വലുതായിട്ട് പ്രസംഗിക്കും, പക്ഷെ എത്രത്തോളം ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാൻ, അതായത് ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കാൻ സ്വന്തം ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, തയ്യാറാകുന്നുണ്ട്? അതാണ് ചോദ്യം. പറഞ്ഞു പോകാൻ, കേട്ടിരിക്കാൻ എളുപ്പമാണ്, പക്ഷേ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ചുറ്റുപാടിൽ, നമ്മളെന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു മിനിയേച്ചറാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. നമ്മൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ടാകും, നമ്മുടെ ബന്ധുക്കൾ, അതെന്ന് പറയുന്നത് അടുത്ത യൂണിറ്റ് ആണ്. ആ ഓരോ യൂണിറ്റിലും ഒരു പരിഷ്കരണം കൊണ്ടുവരാൻ, കാലത്തിനനുസരിച്ച് മാറാൻ, ഗുരുദേവ ദർശനങ്ങളടക്കം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? നമ്മൾ മഞ്ഞവസ്ത്രം അണിഞ്ഞ് തീർത്ഥാടനത്തിന് വരുന്നതിനൊപ്പം തന്നെ നമ്മുടെ മനസ്സുകളിൽ ഈ പഞ്ചശുദ്ധി എന്ന് പറയുന്നതിൽ മനസ്സും ഉൾപ്പെടും. ആ ശുദ്ധി കൂടി കൊണ്ടുവരാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന ഒരു ചോദ്യം നമ്മൾ പരസ്പരം ചോദിക്കണം. അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് തിരുത്തലുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മൾ സമൂഹത്തെ നന്നാക്കാനായി ഇറങ്ങുന്നതിന് മുൻപ് നമ്മളിൽ നിന്ന് തന്നെ ആ ഒരു മാറ്റം തുടങ്ങണം. അത് മാധ്യമങ്ങൾക്കും ബാധകമാണ്. ഇവിടെ മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ നേരത്തെ ശ്രീ എ റഹീം MP ഇവിടെ പ്രസംഗത്തിൽ ചോദിച്ചു, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്, എന്തിനെയാണ് നമ്മൾ പിന്തുടരേണ്ടത്? ആ ഒരു സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. എന്തിനെയാണ് നമ്മൾ പിന്തുടരേണ്ടത്? എന്താണ് സത്യം? എന്താണ് അർദ്ധസത്യം? എന്താണ് നുണ?
ഈ മൂന്ന് കാര്യങ്ങളാണല്ലോ നമ്മുടെ മുന്നിൽ വരുന്ന ഏത് വിഷയത്തിലായാലും നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ എന്തിനെയാണ് പിന്തുടരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അതേത് ചോദ്യത്തിലായാലും സത്യത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. സത്യത്തെയാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. മാധ്യമങ്ങളും ചെയ്യേണ്ടത് അതുതന്നെയാണ് എന്നതാണ് എൻ്റെ പക്ഷം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയവും അതുതന്നെയാണ്. ഈ ആധുനിക കേരള, മോഡേൺ കേരള എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എത്രത്തോളം ആധുനികരായിട്ടുണ്ട്, ഉത്തരാധുനികരാണെന്നൊക്കെ പറയും, പക്ഷെ എത്രത്തോളം ആധുനികരായിട്ടുണ്ട്? ഇപ്പോഴും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നില്ലേ നമ്മുടെ നാട്ടിൽ? മധുവിൽ അവസാനിച്ചോ? ഇല്ല. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ എവിടെയാണ് നമ്മൾ മാറിയത്? എവിടെയാണ് മാറ്റമുണ്ടായത്? ആ മാറ്റമുണ്ടാകാത്ത ഇടങ്ങളെ ഇപ്പോഴും കറുത്തു കിടക്കുന്ന കുറെ ഇടനാഴികൾ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ആ ഇടനാഴികളിലേക്ക് വെളിച്ചം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അവിടെയാണ് യഥാർത്ഥ സാമൂഹ്യ പരിഷ്കരണം ഗുരുദേവ ദർശനത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ നടത്തേണ്ടത്. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് മതം ചികഞ്ഞു ചെല്ലുകയല്ല വേണ്ടത്. മതത്തിനപ്പുറം വിശാലമായ ഒരു കാഴ്ചപ്പാട്, മനുഷ്യൻ എന്നൊരു കാഴ്ചപ്പാട്, അത് എത്രത്തോളം നമുക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നുണ്ട്, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ട്, അതുകൂടി മാധ്യമങ്ങൾ നോക്കി പോകേണ്ടതാണ്. അങ്ങനെയാണ് ഒരു പുതിയ സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അതിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പരിസരം അത് ഒന്ന് വൃത്തിയാക്കിയെടുക്കുന്നതിൽ ക്ലെൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇനി നടക്കേണ്ടത്. നമുക്ക് എല്ലാം ഉണ്ട്, നമ്മുടെ ചുറ്റും എല്ലാം ഉണ്ട്, പക്ഷെ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ നമ്മുടെ മുറ്റത്ത് ചപ്പുചവറുകൾ കിടന്നാൽ അത് അതേപടി ഇടാൻ സമ്മതിക്കാറുണ്ടോ? വാരിക്കളഞ്ഞില്ലെങ്കിലും ഒന്ന് വശത്തേക്കൊന്ന് തൂത്തു മാറ്റി വെക്കുകയെങ്കിലും ചെയ്യില്ലേ? രാവിലെ കണ്ടു കഴിഞ്ഞാൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരായാലും ചേച്ചിമാരായാലും സഹോദരിമാരായാലും അതൊന്നും ചെയ്യാറില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള മാലിന്യങ്ങൾ, അത് രാഷ്ട്രീയമാകട്ടെ, സാംസ്കാരികമാകട്ടെ, സാമൂഹികമാകട്ടെ, ആ മാലിന്യ നിർമ്മാർജ്ജനം നമ്മൾ ആദ്യം തന്നെ ശീലിക്കണം. എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റാനായിട്ടുള്ളൊരു ശ്രമം, അവിടെയാണ് മാധ്യമങ്ങൾക്ക് യഥാർത്ഥത്തിൽ റോൾ ഉള്ളത്. നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, അതായത് സത്യം എവിടെയാണ് എന്ന് കണ്ടിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വേണം ഓരോ വിഷയത്തിലേക്കും മാധ്യമങ്ങൾ ഇറങ്ങിച്ചെല്ലാനും ആ ഒരു സത്യം തുറന്നു കാട്ടാനും. അതായത് സീക്ക് ട്രൂത്ത് എന്നുള്ളതായിരിക്കണം ഓരോ മാധ്യമവും ചെയ്യേണ്ടത്. എത്രത്തോളം നടപ്പാകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ 100% ചില വിഷയങ്ങളിൽ നടക്കും, പക്ഷെ ചില വിഷയങ്ങളിൽ 50% എത്തുമ്പോൾ ആ സത്യാന്വേഷണം, വസ്തുതാ പരിശോധന അത് അവിടെ എത്തി നിൽക്കുകയാണ്. പല താല്പര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു വാർത്തയുടെ പിന്നാലെ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നതാകാം. പക്ഷെ ഞാൻ അങ്ങനെ മാധ്യമങ്ങളെ, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, അതുകൊണ്ട് മാധ്യമങ്ങളെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ഈ കാലത്ത് നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നതിനപ്പുറം ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലത്ത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീനാരായണ ഗുരുദേവന് അദ്ദേഹത്തിന് ഏകാന്തതയിൽ ഒരു മഹായോഗിയായി അങ്ങനെ ജീവിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യാതെ പോയത്? അങ്ങനെയുള്ള ഒരു ചിന്ത കൂടി വരണം. സ്വന്തം ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ഒരു മോട്ടീവ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്രയും അറിവ് പകരുന്ന ഒരു മനുഷ്യനെ നമുക്ക് ലഭിക്കുമായിരുന്നു, ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഗുരുദേവ ദർശനത്തിലൂടെ കടന്നു പോകുമ്പോൾ ചോദിക്കേണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം. അദ്ദേഹം കൈവരിച്ച ആത്മീയ നേട്ടങ്ങൾ, അദ്ദേഹം ആർജിച്ച അറിവ്, അതെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തത്. അതേ രീതിയിൽ മാധ്യമങ്ങളും പെരുമാറി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ, ഒരുപാട് കാര്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന സത്യം കണ്ടെത്താൻ കഴിവുണ്ട് മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ. പക്ഷേ അതിന് പിന്നാലെ പോകുന്നതിനേക്കാൾ കൂടുതൽ വിവാദങ്ങൾക്ക് പിന്നാലെ പോവുക, സൗണ്ട് ബൈറ്റ്സിന് പിന്നാലെ പോവുക എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറുകയാണ്. പലപ്പോഴും ഒരേ വാർത്ത തന്നെ ആവർത്തിച്ച് രാവിലെ മുതൽ രാത്രി വരെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ചില പ്രേക്ഷകരെങ്കിലും ചോദിക്കാറുണ്ട്, ഈ നാട്ടിൽ വേറൊന്നും നടക്കുന്നില്ലേ എന്ന്. നിങ്ങളിൽ പലരും വാർത്തകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം വന്നിട്ടുണ്ടാവും, ഈ നാട്ടിൽ ഇതല്ലാതെ വേറൊന്നുമില്ലേ എന്ന്. അപ്പോൾ നാട്ടിലുള്ള ജനങ്ങൾ അറിയേണ്ട, ജനങ്ങൾക്ക് പ്രയോജനമുള്ള വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മാധ്യമങ്ങൾക്ക് സാധിക്കണം എന്നത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. അതെല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വേദങ്ങൾ, തത്വചിന്ത, അതിൻ്റെയൊക്കെ ശ്രദ്ധ, അത് നമുക്ക് ഗുരുദേവൻ പറഞ്ഞത് എങ്ങനെയാണ്? വളരെ ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ജാർഗൺസ്, അതായത് ബുദ്ധിമുട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ? അല്ല, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് എഴുതുകയും പറയുകയും ചെയ്തത്. മാധ്യമങ്ങളും ആ രീതിയിലേക്ക് മാറണം. ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വാർത്ത അത് സ്വർണ്ണക്കൊള്ളയാണല്ലോ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി, കട്ടിളപ്പാളി, ഇതെല്ലാം കൊണ്ടുപോയ വിഷയം. അതിലിപ്പോൾ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ്. അതിനുശേഷം ആ അന്വേഷണം ഡിമണിയിലേക്ക് എത്തുന്നു, പിന്നീട് രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തുന്നു, ചോദ്യം ചെയ്യലിലേക്ക് എത്തുന്നു. അതിങ്ങനെ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് അതിൻ്റെ ഒരു അവതരണത്തിലൂടെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ ആ സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ആ വസ്തുതാ പരിശോധന അതിലെ അറിയേണ്ട വിഷയം. ആ സ്വർണ്ണപ്പാളികൾ എവിടെയാണുള്ളത്? 39 ദിവസം എടുത്ത് ചെന്നൈയിലെത്തിയ ആ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരിച്ചു വന്നത്? ആ രീതിയിലുള്ള വസ്തുതാ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. എന്നാൽ
ഇപ്പുറത്തുള്ള ഡ്രാമയിലേക്കാണ് കൂടുതലായും ആളുകളുടെ ശ്രദ്ധ പോകുന്നത്. അതിന് മാധ്യമങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാഴ്ചക്കാരനും കണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ഇഷ്യൂസുമുണ്ട്, നോൺ ഇഷ്യൂസുമുണ്ട്. അപ്പോൾ ഇഷ്യൂസിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ എത്രത്തോളം സാധിക്കുന്നുണ്ട്, അതാണ് ഈ കാലഘട്ടത്തിന് വേണ്ടി, ഈ കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി, യഥാർത്ഥ നവോത്ഥാനത്തിന് വേണ്ടി മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നതാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഭാഗം മാത്രം എടുത്തുകൊണ്ട് അതിന്മേലുള്ള ഒരു ചർച്ചയും അതിന്മേലുള്ള ഡിബേറ്റും ഒക്കെ നടന്നു. എന്നാൽ പിന്നീട് ആ വിഷയം അവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഓരോ വിഷയത്തിലും 1 അല്ലെങ്കിൽ 2, അതിനപ്പുറം 3 ദിവസമോ 4 ദിവസമോ പോകുന്നത് ഇതുപോലെയുള്ള സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളാണ്. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയുന്നു, മറക്കുന്നു, അടുത്തതെടുക്കുന്നു, പറയുന്നു, മറക്കുന്നു. ആ രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്താണ് വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രയോജനം, മനുഷ്യനുണ്ടാകുന്ന പ്രയോജനം എന്താണ്? അതേസമയം നമ്മുടെ നാട്ടിലെ ഒരു വിഷയം, അത് മാലിന്യ നിർമ്മാർജ്ജനമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അത് പൊട്ടിത്തകർന്ന് കിടക്കുകയാണ്, അതുവഴി കുഞ്ഞുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആ വഴിയിൽ വീണ് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വാഹനാപകടം സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു വഴിയാണ്, അവിടെ കൃത്യമായിട്ടുള്ള ലൈറ്റുകൾ ഇല്ല, അല്ലെങ്കിൽ അവിടെ കൃത്യമായി ആ റോഡിന്റെ വളവെന്ന് പറയുന്നത് ഒരു അപകട വളവാണ്, അവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ എത്രത്തോളം അതിന് സ്വീകർത്താക്കളുണ്ട്, ടേക്കേഴ്സ് ഉണ്ട്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ വാർത്തയേക്കാൾ കൂടുതൽ ടേക്കേഴ്സ് വരിക എവിടെയാണ്? ഒരു കൊലപാതകം, ഒരു ബലാത്സംഗം, ഒരു സ്വർണ്ണക്കൊള്ള, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ട മറ്റേതെങ്കിലും ഒരു വിവാദം, ഇതിനൊക്കെ ആയിരിക്കും കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിക്കുകയും ആളുകൾ കൂടുതലായി ആവർത്തിച്ച് കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാറ്റം വരേണ്ടത് മാധ്യമങ്ങൾക്ക് മാത്രമാണോ? കാഴ്ചക്കാരനും മാറ്റം വരേണ്ടതുണ്ട്. നമ്മളൊക്കെ കാഴ്ചക്കാരാണ്, നമ്മളൊക്കെ വാർത്തയുടെ സ്വീകർത്താക്കളാണ്. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ, സമൂഹത്തിലെ അപജയങ്ങളിൽ ഉള്ള വിഷയങ്ങൾ വാർത്തകളാക്കപ്പെടുന്നതിനൊപ്പം തന്നെ ജനത്തിന് പ്രാധാന്യമുള്ള, ജനങ്ങൾക്ക് നമുക്കിത് ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന് ടേക്കേഴ്സ് ഉണ്ടാകുമ്പോൾ, കാഴ്ചക്കാരുണ്ടാകുമ്പോൾ മാധ്യമങ്ങളും മാറും, മാധ്യമ പ്രവർത്തനവും മാറും. അതല്ലാതെ ഒരു ഭാഗം മാത്രം മാറണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ അത് നടക്കാനേ പോകുന്നില്ല. ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ല, ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മാറ്റം ഉണ്ടാകേണ്ടത് നമുക്ക് എല്ലാവർക്കുമാണ്. മാറ്റം ഉണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ വെറും വാക്കുകളാക്കി മാറ്റാതെ ആശയങ്ങളെയും ഉത്ബോധനങ്ങളെയും ഒക്കെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മുടെ ഗുരുവാണ്, ശ്രീനാരായണ ഗുരുദേവനാണ്. അപ്പോൾ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നതിനുള്ള ആശയം ഏതാണ് സ്വീകരിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് എന്നത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു ഉറച്ച കാഴ്ചപ്പാടും ഒരു തീരുമാനവും ഒക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകണം എന്നത് മാത്രമാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്നിനോടും മമത പുലർത്താതെ അന്യരുടെ നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുക. ആ രീതിയിലേക്ക് എല്ലാവരും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നാകും. ഒരാൾ വിചാരിച്ചാലോ രണ്ടാൾ വിചാരിച്ചാലോ നാട് നന്നാക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷേ ആ വിചാരിക്കുന്ന ഒരാൾ ഞാനാകണം എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തീരുമാനിച്ചാൽ നമ്മുടെ നാട് നന്നാവില്ലേ? നന്നാവും. ആ നന്നാകാനായിട്ട് നമുക്ക് ഒന്നിച്ചൊരു തീരുമാനമെടുക്കാം. അപ്പോൾ ഇവിടേക്ക് വിളിച്ചതിന്, ഈ ഒരു വേദിയിൽ സംസാരിക്കുന്നതിന് അവസരം തന്നതിന് ഒരിക്കൽ കൂടി സ്വാമിയോടും ഒപ്പം ഇതിന്റെ സംഘാടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ കേട്ടിരുന്ന, ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഹാപ്പി ന്യൂ ഇയർ.